ഇപ്പോൾ KSU പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രതിഷേധ സമരത്തിൽ വീണ്ടും ചില സംഘർഷ സാധ്യതകൾ കാണുന്നു. അതിലേക്ക് പോവുകയാണ് ദൃശ്യങ്ങളിലേക്ക്. A+ ലഭിച്ചവർക്ക് +1 സീറ്റുകൾ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചാണ് +1 വിദ്യാർത്ഥികളുമായി RDD ഓഫീസ് KSU ഉപരോധിച്ചത്. ഇപ്പോൾ KSU പ്രവർത്തകരെ നീക്കം ചെയ്യുകയാണ് പോലീസ്. രഞ്ജിത്ത് തുടർന്നു. രഞ്ജിത്ത് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്, ബലം പ്രയോഗിക്കുന്നുണ്ട്. എനിക്ക് സ്വാഭാവികമായിട്ടും ബലം പ്രയോഗിക്കുന്നു. കാരണം അവർ ഓഫീസറെ കാണണം എന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഓഫീസർ ഇവരുമായി ചർച്ച നടത്താനും കൂട്ടാക്കിയിട്ടില്ല. ഈ വിഷയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫുൾ A+ കിട്ടിയിട്ടും സീറ്റ് കിട്ടാത്ത കുട്ടികളുമായിട്ടാണ് അവർ സമരത്തിനെത്തിയിരുന്നത്. കാരണം നേരത്തെ +1 സീറ്റ് പ്രതിസന്ധി എന്ന് പറയുകയായിരുന്നെങ്കിൽ ഇപ്പോൾ പർട്ടിക്കുലർ ആയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഫുൾ A+ കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുമായിട്ടാണ് ഇപ്പോൾ സമരത്തിനെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സമരത്തിന്റെ സ്വഭാവം മാറും. ഈ വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ KSU സമരം പ്രഖ്യാപിച്ചിരുന്നു. KSU ഉപവാസ സമരം നടത്തിയിരുന്നു. MSF സമരത്തിൽ രംഗത്തുണ്ടായിരുന്നു. KSU സമരരംഗത്ത് ഇറങ്ങിയ ശേഷം ഇപ്പോൾ പ്രത്യക്ഷ സമരവുമായി, നേരത്തെ ഒരു ഉപവാസ സമരമാണ് സംഘടിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള സമരത്തിലേക്ക് മാറുകയാണ്. അതിന്റെ ഒരു സ്വഭാവവും സ്വാഭാവികമായിട്ട് മാറും. ഇപ്പോൾ RDD ഓഫീസ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കുട്ടികൾ കൂട്ടാക്കുന്നില്ല. വിദ്യാഭ്യാസ RDD ഓഫീസറുമായി ചർച്ച നടത്തണം. ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ഇഷ്ട വിഷയത്തിന് അഡ്മിഷൻ കിട്ടാത്തതിന്റെ കാരണം എന്താണ് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ റോഡിൽ കുത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. റോഡിൽ കുത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെ പോലീസുകാർക്ക് നീക്കം ചെയ്യാൻ വാഹനം ഈ ഭാഗത്തല്ല, വാഹനം എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ റോഡിലിരിക്കുന്നത് +1 സീറ്റ് പ്രതിസന്ധിയിൽ KSU പ്രവർത്തകർ കോഴിക്കോട് RDD ഓഫീസ് ഉപരോധിച്ചു. വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോഴും റോഡിലിരുന്നുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥികൾ. വനിതാ പ്രവർത്തകരെയും കാണാം. അനികേഷ്, ഇവിടുന്ന് RDD ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കൊണ്ടുവന്നെങ്കിലും അവരെ കയറ്റാനുള്ള പോലീസ് വാഹനം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇവിടെ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. റോഡ് അല്പം ഗതാഗത തടസ്സം ഉണ്ടാവുന്നുണ്ട്. കോഴിക്കോട് കുറ്റിച്ചിറ മുഗദാർ ഭാഗത്താണ് ഈ RDD ഓഫീസ് ഉള്ളത്. ഈ റോഡിൽ പോലീസ് വാഹനമുണ്ട്. പക്ഷേ ആ പോലീസ് വാഹനം ഈ സമരക്കാരെ കൊണ്ടുവന്ന ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ റോഡിൽ എത്തിയിരിക്കുകയാണ്. പോലീസ് വാഹനം അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ച് ഇവർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതായിരിക്കും. ഈ സമരത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത്, നേരത്തെ മലബാറിലെ സീറ്റ് പ്രതിസന്ധി എന്ന് ജനറലായി സാമാന്യമായി പറഞ്ഞു പോവുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഈ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ അഡ്മിഷൻ കിട്ടുകയോ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവേശനം കിട്ടുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമരവുമായി രംഗത്തെത്തുന്നത്. ഈ സമരത്തിന് ആ കുട്ടികളെയും കൊണ്ടാണ് RDD ഓഫീസിലേക്ക് എത്തിയത്. ഈ കുട്ടികളുമായി സംസാരിക്കാൻ RDD ഓഫീസർ തയ്യാറായിരുന്നില്ല. കുട്ടികളുമായോ സമരക്കാരുമായോ ഓഫീസർ സംസാരിച്ചില്ല. ഓഫീസറിന്റെ റൂമിന് പുറത്താണ് കുട്ടികൾ ഇരുന്നത്. കുട്ടികളെ പിന്നീട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യായിരുന്നു. ആദ്യം ചെറിയ സംഘം പോലീസായിരുന്നു, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് പോലീസ് സംഘം, വലിയൊരു സംഘം പോലീസ് എത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യായിരുന്നു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ ഈ സമരത്തിലുണ്ട്. പെൺകുട്ടികളുണ്ട്. ഈ സമരരംഗത്ത് പെൺകുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് പോലീസ് വാഹനം ഈ സമരക്കാരുള്ള ഭാഗത്തേക്ക് വന്നത്. ഇവരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് തള്ളിക്കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ബലം പ്രയോഗിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ ഓഫീസറുമായി ഒരു ചർച്ച നടത്താൻ സാധിച്ചിരുന്നില്ല. ഓഫീസറുമായി ചർച്ച നടത്തണമെന്ന് വിദ്യാർത്ഥികൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറാകാതിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസിന് ബലം പ്രയോഗിക്കുമെന്ന് വന്നിട്ടുള്ളത്.
ജില്ലാ പ്രസിഡന്റ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സൂരജിനെയാണ് ഇപ്പോൾ ഇവിടുന്ന് മാറ്റുന്നത്. സൂരജ് നിരന്തരമായി ആവശ്യപ്പെടുന്ന ഈ ഓഫീസറുമായി സംസാരിക്കണം എന്നുള്ള കാര്യമാണ്. ഇവിടെ നിന്ന് അറസ്റ്റ് നീക്കാൻ കൂട്ടാക്കാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. ഏതായാലും ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മറുപടി ആവശ്യമുള്ളതാണ്. കാരണം ആവശ്യമായ സീറ്റുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും സീറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന മറുപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. ആദ്യ അലോട്ട്മെന്റിൽ തന്നെ ഈ കുട്ടികൾ പുറത്താകുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ ഈ കുട്ടികൾക്ക് സീറ്റ് ഉറപ്പാക്കാനോ ഈ കുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന വിഷയത്തിന്, പ്രത്യേകിച്ച് സയൻസ് ആയിരിക്കും ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്ന വിഷയം, ആ സയൻസ് വിഷയത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പറയേണ്ടതാണ്. കാരണം ഈ മലബാർ മേഖലയിൽ സയൻസ് സീറ്റുകൾ കുറവാണ് എന്നൊരു ആരോപണം MSവും KSU ഒക്കെ നേരത്തെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾ സ്വാഭാവികമായിട്ടും സയൻസ് സീറ്റുകളായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ എത്രത്തോളം സയൻസ് സീറ്റുകൾ ലഭ്യമാണ്, അതിൽ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് കിട്ടാതിരുന്നത് എന്ന കാര്യത്തിലൊക്കെ ഒരു മറുപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഏതായാലും KSU ആണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. തുടർ സമരങ്ങളുമായി KSU മുന്നോട്ട് പോകുമെന്ന് KSUയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. വേണ്ടത്ര +1 സീറ്റുകളില്ല. A+ കിട്ടിയവർക്ക് പോലും +1 സീറ്റുകൾ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് KSU ഉപരോധ സമരം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി.